أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും പാലിച്ചുകൊണ്ട് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കാനും അതേ നിലയിൽ തന്നെ മരണപ്പെടാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിംകൾക്കും നേരെ ലോകാടിസ്ഥാനത്തിലും അല്ലാതെയും ഈ ഭീകരവാദവും വർഗീയവാദവും ഒക്കെ ഉന്നയിക്കപ്പെടുന്നതോടൊപ്പം മറ്റു പല വിധത്തിലുള്ള പ്രചാര വേലകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനും മുസ്ലിംകൾക്കും നേരെയുള്ള കടന്നാക്രമണം പുതിയ ഒരു സംഭവമൊന്നുമല്ല. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നിഷേധികളും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളും കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും ഈ രണ്ടു ടീം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ അള്ളാഹു എന്നോ ദൈവം എന്നോ ഗോഡ് എന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ല. ഇത് സ്വമേധയാ ഉണ്ടായതാണ്. ഇതിനൊരു സൃഷ്ടികർത്താവിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമൂഹം പരിശുദ്ധ ഖുർആൻ ആ ഒരു സാഹചര്യത്തെ, ആ നിലക്കുള്ള വിദണ്ഡവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ശക്തമായ എതിർപ്പുകളും
അള്ളാഹുവിനെ പച്ചയായി നിഷേധിക്കുകയും ചെയ്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, ഈ പറയപ്പെടുന്ന വിഭാഗം ആളുകൾ ഉദ്ദേശിക്കുന്നത് ലിയുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തെ, നൂറിനെ അണച്ചുകളയാനാണ്, അതിനെ കെടുത്തിക്കളയാനാണ്. ബി അഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ടോ അവരുടെ എഴുത്തുകൾ കൊണ്ടോ അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു മാർഗങ്ങൾ കൊണ്ടോ ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പ്രചണ്ഡമായ വാദങ്ങൾ, വിദണ്ഡവാദങ്ങൾ, അത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു വല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ ആര് ഏതെല്ലാം നിലക്ക് കെടുത്തിക്കളയാനും പ്രൊപ്പഗണ്ടകളിലൂടെ പ്രചരണം നടത്തിയാലും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ, അവർക്ക് എന്തുമാത്രം വെറുപ്പുണ്ടായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, അള്ളാഹു അവന്റെ ദൗത്യം പൂർത്തിയാക്കുകയും അള്ളാഹു അവന്റെ പ്രകാശത്തെ ലോകത്തൊട്ടാകെ അത് വികസിപ്പിക്കുകയും ചെയ്യും എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ദൗത്യ പൂർത്തീകരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവന്റെ റസൂലുകളെ നിയോഗിച്ചതും ബിൽ ഹുദാ, കൃത്യമായ സന്മാർഗവുമായി കൊണ്ടാണ്. വദീനിൽ ഹഖ്, സത്യസന്ധമായ മതത്തിന്റെ ദർശനങ്ങളുമായി പ്രവാചകനെ നിയോഗിച്ചയച്ചിട്ടുള്ളതിന്റെ താൽപര്യം ലിയുളിഹിറഹു അലദ്ദീനി, എന്താണ് മതമെന്നും എന്താണ് ദീനെന്നും കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി, അവർക്ക് വെളിവാക്കി കൊടുക്കുന്നതിനു വേണ്ടി, കുല്ലിഹി, എല്ലാ നിലക്കും ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. വിശിഷ്യ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികൾ അതെന്തുമാത്രം എതിർത്താലും അവർക്കെന്തുമാത്രം വെറുപ്പുണ്ടായാലും ശരി, അള്ളാഹു അവന്റെ ദൗത്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ രണ്ടു ധാരയാണ്, അല്ലെങ്കിൽ രണ്ട് വിഭാഗം, രണ്ട് ടീംസാണ് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഈ ലോകത്തുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ പച്ചയായി നിഷേധിക്കുന്ന ഒരു വിഭാഗം, നിരീശ്വരത്വം കൃത്യമായി സമൂഹത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വര വിശ്വാസികളല്ലാത്ത, ദൈവവിശ്വാസികളല്ലാത്ത നിരീശ്വരത്വത്തിന്റെ ആളുകൾ. ആ ഒരു വിഭാഗം അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോ മറ്റൊരു വിഭാഗം ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മുശ്രിക്കീങ്ങളാണ്. ആരാണ് മുശ്രിക്കീങ്ങൾ? അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവാണ് ദൈവം എന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയില്ലെന്നും അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ ഞങ്ങൾക്ക് പലതും നേടിയെടുക്കേണ്ടതുണ്ട് എന്നും, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടു പോയവരോ ആയ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കും, അവരെ വസീലയായി സ്വീകരിച്ചുകൊണ്ട്, അവരെ മധ്യവർത്തികളായി സ്വീകരിച്ചുകൊണ്ട് അവരിലൂടെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതുണ്ട്. ലാത്ത ഞങ്ങളുടെ ആളാണ്, ഉസ്സ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളാണ്,
മനാത്ത ഞങ്ങൾക്ക് ഏറ്റവും തൃപ്തിപ്പെട്ടവനാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു ഉണ്ടെങ്കിലും, അള്ളാഹു ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ജാറങ്ങളിലോ ഏതെങ്കിലും മക്ബറകളിലോ മരണപ്പെട്ടു പോയ ആ ആളുകളുടെ അടുത്ത് പോയി, ആ ഖബറിന്റെ അടുത്ത് പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ച് ആചരിച്ചു വരുന്ന ഒരു വിഭാഗം ആളുകൾ അതെക്കാലത്തുമുണ്ട്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതാ. അവരെ സംബന്ധിച്ചാണ് ഖുർആൻ മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ചാണ് കാഫിരീങ്ങൾ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ രണ്ട് വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഒരായത്തിൽ പറഞ്ഞത് കാഫിരീങ്ങൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ, അള്ളാഹുവിനെ എതിർക്കുന്നവർ, അള്ളാഹുവിന്റെ സത്തയിലോ അള്ളാഹുവിന്റെ ദാത്തിലോ അള്ളാഹുവിന്റെ സിഫാത്തിലോ വിശ്വസിക്കാത്ത, അതിനെ 100% എതിർക്കുന്ന ആളുകൾ, അവർ എത്രമാത്രം എതിർപ്പ് പ്രകടിപ്പിച്ചാലും ശരി, വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ എല്ലാ അർത്ഥത്തിലും അത് നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് ഒരിടത്ത് പറഞ്ഞപ്പോ അള്ളാഹു വീണ്ടും പറഞ്ഞു, പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൃത്യമായ പ്രകാശത്തെ, ഹുദയെ അത് ഈ ലോകത്ത് കൃത്യമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുകയുണ്ടായി. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനിലൂടെ എന്താണ് ഇസ്ലാം, എന്താണ് മതം എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അവിടെയും ആയത്ത് അവസാനിപ്പിക്കുന്നത് വലൗ കരിഹൽ മുശ്രികൂൻ, ഈ പറയപ്പെട്ട ബിംബാരാധകന്മാരോ ബഹുദൈവ വിശ്വാസികളോ ആയ ആളുകൾ, അവർക്ക് എത്രമാത്രം എതിർപ്പുണ്ടായാലും ശരി എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് വിഭാഗം ആളുകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരവരുടെ പ്രവർത്തനങ്ങളുമായി അഭംഗുരം മുന്നോട്ട് പോകുന്നു എന്നതും ഒരു സത്യമാണ്. ഇനി ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇസ്ലാമിന്റെ തുടക്കം, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം, ആ സമയത്ത് ഈ പറയപ്പെട്ട ആളുകളൊക്കെ, ഈ രണ്ട് വിഭാഗം ആളുകൾ വിശ്വസിച്ചിരുന്നത് മക്കയിൽ നിന്നാണ് ഇത് തുടങ്ങിയതെങ്കിൽ ഇതിന്റെ അന്ത്യം അത് മക്കയിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ദൗത്യം അള്ളാഹു പൂർത്തീകരിക്കുകയാണ്. എന്തുമാത്രം ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഏത് നിലക്കുള്ള വിമർശന പരിഹാസ ക്യാമ്പയിനുകൾ നടത്തിയാലും ശരി, അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ച കാര്യം അത് അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ദീനിന്റെ പൂർത്തീകരണം അള്ളാഹുവിന്റെ ദൗത്യമാണ്. ആ ദൗത്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. അൽ യൗമ, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും, നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു, ദീനക്കും, നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ മതത്തെ, ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ മതം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ അംഗീകരിക്കപ്പെട്ട മതം അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പൂർത്തീകരണം ഇത് ഇന്നേ ദിവസം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ മഹത്തായ അനുഗ്രഹങ്ങളും അതോടൊപ്പം ഇതാ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ റളീതു ലക്കും, നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായിക്കൊണ്ട്. ഇത് അല്ലാഹു എടുത്ത തീരുമാനമാണ്. ഇസ്ലാമിനെ അരിക്കാക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അതിനെ ഒരു മൂലക്കിടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്കുണ്ടാകുന്ന വളരെ മോശമായ ചില സംസാരങ്ങളും എതിർപ്പുകളും നമ്മൾ അറിയണം. എന്തുമാത്രം വികൃതമായ നിലപാടുകളാണ് ഇസ്ലാമിന്റെ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇസ്ലാമിനെ അരിക്കാക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ അതിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി, ഇസ്ലാമിന്റെ സംസ്കാരത്തെ അതിനെ വലിപ്പിച്ച് ചിന്നുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ജോലികൾ അതിങ്ങനെ അപങ്കുരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, വല്ലാഹു മുതിമ്മു നൂരി, അള്ളാഹു അത് പൂർത്തീകരിച്ചിട്ടുണ്ട്.
അള്ളാഹുവിന്റെ പ്രകാശം അത് ദീനിനെ സ്ഥാപിക്കുന്നതിലൂടെ ദീനിനെ മതമായി നമുക്ക് നൽകിയതോടുകൂടി തന്നെ അള്ളാഹു അത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ വിരോധികൾ ആരൊക്കെയുണ്ടോ, ഏതെല്ലാം പേരുകളിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്നുണ്ട്, എല്ലാ പേരുകളും നമുക്കറിയാമല്ലോ. ഇസ്ലാം ഒരു ഭാഗത്തും ഇസ്ലാമിന്റെ എതിരാളികൾ അത് ഏതെല്ലാം പേരുകളിൽ അറിയപ്പെട്ടാലും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിനെ ശക്തമായ ബദ്ധവൈരികൾ എന്ന് പറയപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകളും ഒരു ഭാഗത്തും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിംകളുടെ സാമ്പത്തികമായ പുരോഗതിയെ, സാമ്പത്തികമായ ആ വിഭവശേഷിയെ തകർത്ത് കളയാൻ വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഇസ്സത്തിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ നശിപ്പിച്ചു കളയാൻ മറ്റൊരു ഭാഗത്ത് ശ്രമം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ വേഷവിധാനത്തെ, സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി മറ്റ് പല ഭാഗങ്ങളിലൂടെയുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിനെ തകർക്കാനോ ഇസ്ലാമിന്റെ നിയമങ്ങളെ നശിപ്പിക്കാനോ അതിന്റെ തത്വത്തെ എതിർക്കാനോ ഒക്കെ മത്സരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യം നമ്മൾ അറിയണം. നമ്മൾ ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മെ പരസ്പരം തമ്മിൽ തല്ലിച്ച് വിഘടിപ്പിച്ച് പരസ്പരം എതിർപ്പുകൾ ഉണ്ടാക്കി പരസ്പരം തമ്മിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഭീകരത കേൾക്കുമ്പോൾ, ഇസ്ലാമിന്റെ പേര് കേൾക്കുമ്പോ, മുസ്ലിമിന്റെ പേര് കേൾക്കുമ്പോൾ അത് ഭീകരത പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഭീകരനാണ് എന്നൊരു ഭാഗം. അതേപോലെ തന്നെ ഇസ്ലാമോഫോബിയ, ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു മതമാണോ ഇസ്ലാം? ഇസ്ലാമിലെ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു കുട്ടി ഇസ്ലാമിന്റെ വേഷം ധരിച്ച് മക്കളെ ഇട്ടുകൊണ്ട് സ്ഥാപനങ്ങളിലേക്ക് പോയാൽ എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? ഇസ്ലാമിന്റെ സംസ്കാരം ഇത് ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ്, പാരമ്പര്യമാണ്. ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ആദർശം നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഇസ്ലാമോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അരിശം കൊള്ളുന്നത്? എന്തിനാണ് ഇങ്ങനെ പേടിയുണ്ടാകുന്നത്? നമ്മൾ അറിയണം, ഇതൊക്കെ വളരെ കൃത്യമായ ചില അജണ്ടകളുടെ ഭാഗമാണ്. കുറെ കാലമായി, വർഷങ്ങളായി ഇസ്ലാമിനെ നശിപ്പിക്കാനോ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ എടുത്തു കളയാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ മെല്ലെയായി രാജ്യത്തെ അധികാരിവർഗം, അത് ഏത് വിഭാഗമാകട്ടെ, ആര് വന്നാലും ശരി, ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിൽ പൗരോഹിത്യമുണ്ടോ? ലാ റുഹ്ബാനിയത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. വലൽ അസ്ബിയത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പക്ഷപാതിത്വമില്ല, വർഗീയതയില്ല. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ട മൂല്യങ്ങളുള്ള ഒരു മതത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് എന്ന ഈ ഒരു വസ്തുത ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സമൂഹം നമ്മളിപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ എന്തേ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാകുന്നില്ല? എന്താണ് ഇസ്ലാം? ഇസ്ലാമിന്റെ സംസ്കാരം എന്താണ്? ഇസ്ലാമിന്റെ വേഷവിധാനം അതെന്താണ്? അതെനിക്ക് വേണ്ടതല്ലേ? എൻ്റെ കുട്ടിയുടെ സംസ്കാരമല്ലേ? എൻ്റെ കുട്ടിക്കത് ഞാൻ അത് നിർബന്ധമാക്കേണ്ടതല്ലേ? എന്തേ നമ്മൾ പഠിക്കാത്തത്? നമ്മളിപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കാനും അതിനെ സംബന്ധിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാനും ന്യായാന്യായ വാദങ്ങൾ ഉന്നയിക്കാനും ഒരു പക്ഷേ മുസ്ലിം കാനേഷുമാരി ആളുകൾ തന്നെ രംഗത്ത് വരാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാനല്ല പറയുന്നത്, ഖുർആൻ തന്നെ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് ലോകമുള്ളിടത്തോളം കാലം ഉണ്ടാകുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമിനന്നാസി ജനങ്ങളിലുണ്ട് മൻ ചില ആളുകൾ
യുജാദിലു ബില്ലാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ, അള്ളാഹു ഇന്നതാണ് നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കൂല. നമ്മൾ എന്നെ ചെന്ന് ചോദിക്കും, എന്തിനാണ് ഇന്ന് കുട്ടികളെ മാനസികമായി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്തിനാണ് കുട്ടികളെ തലയിൽ തട്ടമിടണം എന്ന് പറയുന്നത്? എന്താ കുട്ടിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെയുള്ള ന്യായാന്യായ വാദങ്ങൾ ഉന്നയിച്ച് ഇസ്ലാമിന്റെ കാര്യത്തെ മുസ്ലിം കാനേശുമാരി എതിർക്കുന്ന തർക്കിക്കുന്ന ആളുകൾ എക്കാലത്തുമുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. വെറുതെയാണോ? ബിഗൈരി ഇൽമിൻ, ഒരന്തവുമില്ല, ഒരു ന്യായവുമില്ലാതെ ഇങ്ങനെ വെറുതെ വായാടിത്തം പറയുന്ന ആളുകൾ എക്കാലത്തുമുണ്ട്. അവർക്ക് പിന്തുണ ആരാ? ആരെയാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ധിക്കാരിയായ പിശാചാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പിശാചിനെയാണ് ഈ ജാതി ആളുകൾ പിൻപറ്റുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിനൊരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹത്തിനാണ്. ഇസ്ലാം എതിർക്കുന്ന, ഇസ്ലാം അംഗീകരിക്കാത്ത, അള്ളാഹു വെറുക്കുന്ന ഒരാദർശവും എന്തിനാണ് കൂട്ടരെ നമുക്ക് അതിനെ വേണ്ട. അതിനോട് രാജിയാകാൻ ഒരു മുസ്ലിമിന് കഴിയണം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇവിടെ നമ്മൾക്ക് സുഖിക്കാൻ സൗകര്യമുണ്ടായത് കൊണ്ടായോ നാളെ പരലോകത്ത് രക്ഷ വേണ്ടേ? അപ്പോ നമ്മുടെ ആദർശത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നിരീശ്വര വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണോ? അത്തരം ആദർശത്തെ നമ്മൾ കൂട്ടുപിടിക്കണോ? ഞാനും നിങ്ങളും ആലോചിക്കണം. ഇങ്ങനെ കൃത്യമായ അജണ്ട നമ്മൾക്ക് വേണം. ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ നമുക്ക് ഏതെല്ലാം വിധത്തിലാണോ നൽകിയിട്ടുള്ളത്, ആ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം. അഹങ്കാരമാണ് ഒരു പക്ഷേ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ തർക്കിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നതും അഹങ്കാരമാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ തർക്കിക്കുന്നവർ അവരിങ്ങനെ സ്വന്തം ചുമലുകൾ കൊണ്ട് ഗോഷ്ഠി കാണിച്ച് അഹങ്കാരപൂർവം പ്രവർത്തിക്കുകയാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥമായ വഴിയിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് തെറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം അറിഞ്ഞോട്ടെ, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ നിന്ദ്യതയുണ്ട്. മാത്രമല്ല വനുദീഖുഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവരെ നാം അനുഭവിപ്പിക്കുന്നത് അദാബൽ ഹരീഖ്, ചുട്ടരിക്കുന്ന നരകശിക്ഷയായിരിക്കുമെന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ നാം മനസ്സിലാക്കേണ്ടത്. തന്റെ ഈമാനിനെ കുറിച്ച് നാം അറിയണം. ഞാൻ എന്റെ കുട്ടിയെ ഞാൻ നല്ല ഇൽമു കൊടുക്കാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നാളെ എനിക്ക് ഉപകാരം കിട്ടണം. അതിനുവേണ്ടിയായിരിക്കണം ഞാൻ പഠിപ്പിക്കേണ്ടത്. അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടത് ഞാനാണ്. ആ നിലക്ക് എന്റെ ആഖിറത്ത് നന്നാക്കിയെടുക്കാൻ, നിങ്ങൾ ഓരോരുത്തരുടെയും ആഖിറം നന്നാകാനുള്ള ശ്രമം ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഏത് വിഷയത്തിലും ഉണ്ടാകണം. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂചിപ്പിച്ചുവല്ലോ, ഇസ്ലാം അതാണ് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന മതം, അതാണ് അള്ളാഹു അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോ ഒരു കാര്യം നമ്മെ ഏൽപ്പിച്ചു പോയി. ഞാൻ തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യം നിങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകൂല. കിതാബ് അല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, വസുന്നത റസൂലിഹി, രണ്ട് പ്രവാചകന്റെ ചര്യയാണ്. ഇത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറുണ്ടോ? ദുനിയാവും ആഖിറവും ലഭ്യമാകും. ഇല്ലെങ്കിലോ വട്ടപൂജ്യമായിരിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ നബിയിൽ കരീം
وعلى آله وصحبه أجمعين اتقوا الله ثانيا بتقوى الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യാൻ ഉപദേശിക്കുകയാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ പല ഉപദേശങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരിടത്ത് അദ്ദേഹം പറഞ്ഞത് അൽ ഇൽമു മാ നഫഅ, വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഉപകാരമുള്ളതായിരിക്കണം. വലൈസൽ ഇൽമു മാ ഹഫിള, വിജ്ഞാനം അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ല വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം കൊണ്ട് സ്വന്തത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരമുള്ളതാകണം എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവേ, ഉപകാരപ്പെടുന്ന ഇൽമ് റബ്ബേ എനിക്ക് നീ നൽകണേ, അതോടൊപ്പം ഉപകാരമില്ലാത്ത ഇൽമ് റബ്ബേ എനിക്ക് നൽകല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് നിർദ്ദേശിച്ചത്. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് ഉപകാരമുള്ള ഇൽമ് കിട്ടണം. നിന്റെ കുട്ടി ഡോക്ടറായിരുന്നോ, നിന്റെ കുട്ടി എഞ്ചിനീയർ ആയിരുന്നോ എന്നൊരു ചോദ്യം നാളെ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് എഞ്ചിനീയർ ആകണ്ടെന്നാണോ, ഡോക്ടർ ആകണ്ടെന്നാണോ? അല്ല. പക്ഷെ ഖുർആൻ പഠിച്ചിരുന്നോ, മദ്രസയിൽ പോയിരുന്നോ, മദ്രസയിൽ നിന്ന് കൃത്യമായ ഇൽമ് കിട്ടിയിരുന്നോ? അവിടെയാണല്ലോ ഖുർആൻ പഠിക്കുന്ന ഒരു കേന്ദ്രം. അപ്പൊ ഖുർആനിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും, അതുറപ്പാ. അതാണ് ഈ ഉപകാരപ്പെടുന്ന ഇൽമ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ട് തികച്ചും ഭൗതികതയോട് മാത്രം താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത വിഷയമാണ്. രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു 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 പഠന രീതിയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആ നിലക്കായിരിക്കണം നമ്മുടെ പഠനം. ഈ സമകാലിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജിഹാദി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നത്, നമ്മൾ ദീൻ പഠിക്കാൻ രംഗത്ത് വരിക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പരാജയവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദീൻ പഠിക്കുന്നില്ല എന്നതാണ്. നമ്മളെ കുട്ടികളെയും പഠിപ്പിക്കുന്നില്ല. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഉന്നയിക്കുന്ന ന്യായങ്ങൾ നമ്മൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാനുള്ള അവസരം ഉള്ളത്? അതിനുള്ള സാഹചര്യം നമ്മൾ നൽകുന്നുണ്ടോ? ഇല്ല. അപ്പൊ തികച്ചും നമ്മൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചിന്തയും ബോധ്യവും നമ്മൾക്ക് ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുല്ലുക്കും മസ്ഊൽ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടത് ഇൻഡിവിജ്വലായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിനും മുസ്ലിംകൾക്കും നേരെ വരുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് നമ്മൾക്ക് കഴിയുന്നില്ല? അതിനെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയാത്തത് നമ്മൾ ദീൻ പഠിക്കുന്നില്ല എന്നതാണ്. നമ്മൾ ആ രംഗത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രതിരോധം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ നിങ്ങൾക്ക് കഴിയണം. അത് മാതൃകാപരമായിരിക്കണം എന്നേ ഉള്ളൂ. നല്ലത് കൊണ്ട് പ്രതിരോധിച്ച് നല്ല രീതിയിൽ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ഒരു രീതിയും ശൈലിയും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം.
അതിന് നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന സമയം, കിട്ടുന്ന അവസരങ്ങൾ, മതം പഠിക്കാൻ, ദീനിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ ഉള്ള സമയം നമ്മളും നമ്മുടെ മക്കൾക്കും അതിനുള്ള അവസരം നമ്മൾ നൽകണം. ഇല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു നമ്മിൽ നിന്ന് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നന്മകൾക്ക് കൂടെ നിൽക്കാനും നന്മകളുടെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്, വീടുകളിലും ആശുപത്രികളിലും. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മരണം എന്നത് നിശ്ചയിക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഇത്ര പെട്ടെന്നാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ആൾ അടുത്ത സമയം നമ്മോടൊപ്പമില്ല. നമ്മുടെ മുഹമ്മദ് സാഹിബ് ഒക്കെ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി. അങ്ങനെ പല ആളുകളും നമ്മോട് വിട പറയുന്നുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.